രാവണൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. എന്റെ പൊന്ന് സാറ്, ഞങ്ങൾക്ക് ആരും ഒന്നും തരേണ്ട. ഞങ്ങൾ ഈ പാതാളത്തിൽ നിന്നൊന്ന് വിട്ടയച്ചാൽ മതി സാറ്. ലങ്കയിൽ വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ സാധ്യമല്ല. അല്ല, ദുഷ്ടവിചാരത്തിനാണെങ്കിൽ എന്നോടായിക്കോണം. എന്റെ മകളെ എങ്ങനെ വിട്ടേക്കണേ സാറ്? നിങ്ങളുടെ മകളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളെ ഇവിടുന്ന് വിട്ടാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. ആ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്റെ ജീവിതമേ പാഴായി പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാം. രാവണന് സിനിമാ കമ്പനിയുണ്ടോ? ഇല്ല, പക്ഷേ നിങ്ങളെപ്പോലെ പ്രശസ്തിയുള്ള താരങ്ങളെ വേണം. 1 വർഷം നിങ്ങൾ രാവണന് വേണ്ടി ജീവിക്കണം. പണ്ടത്തെ രാവണൻ സീതയോട് പറഞ്ഞ കണ്ടീഷനാണോ സാറേ ഞങ്ങളും കേൾക്കേണ്ടത്? അല്ല, നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം. 1 വർഷം കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടും. ഇതെല്ലാം നമ്മളെ ചതിക്കാൻ പറയുന്ന ചക്രമാക്കാൻ അമ്മേ. ഞങ്ങളെ എതിർത്താൽ അമ്മയും മകളും മരണം വരെ ഇതിനകത്തായിരിക്കും. ഇതാ അഡ്വാൻസ് 10,000 രൂപ. 10,000 രൂപയോ? സാർ ആരാണ് സാറ്? രാവണന്റെ പ്രധാനമന്ത്രി വിഭീഷണൻ. അതാ രാവണൻ എഴുന്നള്ളുന്നു. ഞങ്ങൾ പറയുന്ന വ്യവസ്ഥകളെല്ലാം സമ്മതിച്ചോ? പറയണം. രാവണൻ മുതലാളി ഞങ്ങളോട് നേരെ ചൊവ്വ കണ്ടീഷൻ അനുസരിച്ച് നടക്കാമെങ്കിൽ ഞങ്ങളും സമ്മതിച്ചു. ഇവരെ അകത്ത് കൊണ്ടുപോകൂ. എന്താ മാഷെ ഇപ്പൊ പാഠം? 2ാമത്തെ ചുവടാണ്. നടക്കട്ടെ നടക്കട്ടെ, നടന്നോളൂ. നമസ്കാരം. നമസ്കാരം. പാട്ട് ക്ലാസ്സിലെ പാട്ട് മാസ്റ്റർ അല്ലേ? ഇവിടത്തെ ഒഴിവിലേക്കാണ് ഒരു മാഷെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. പുതിയ മാസ്റ്റർ എന്ന് വരും? ഇവിടെ ചോദ്യം കേട്ടില്ലേ? വരൂ. നമസ്കാരം. മാഷേ, താൻ ഈ താപ്തിധ്വന്നത്തിൽ കയറി പിടിച്ചിട്ട് ഇഷ്ടം ആണായല്ലോ. ഇനി അതിനെ വിട്ടിട്ട് വേറെ വല്ലതും പിടിച്ചൂടെ? നടന്നോ നടന്നോ. എന്താ ആശാനെ കഥ? വധം നടന്നോട്ടെ. ഈ കുട്ടിയാണ് മിസ് എല്ലൻ. ഫ്രാൻസിൽ നിന്നും കഥകളി പഠിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അമ്മയും കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അമ്മ എല്ലനല്ല, നല്ല ഭൂഷണിച്ച ശരിയ. ആശാനെ വധം നടന്നോട്ടെ. നടന്നോ. അതാമേ, നമോവാദം. നമസ്കാരം. ഇത് നമ്മുടെ ഹെലന്റെ അമ്മ മിസസ് മൊള്ളർ. ഇത് പുതിയതായിട്ട് ഇവിടെ ഒന്ന് ചാർജ് എടുത്ത സെക്രട്ടറി മഹേശ്വരി അമ്മ. അർത്ഥദാനം ചെയ്യൂ. മദാമ്മ കോടീശ്വരിയാണ്. ദുരശനിക്ക് ഈ കഥകളിയോടുള്ള അകമഴിഞ്ഞ ആഗ്രഹം കൊണ്ട് ഇവിടെ ഒന്ന് പാർക്കാണ് കേട്ടോ. 1 വർഷം കഴിഞ്ഞാൽ മടങ്ങി പൊക്കോളും. സമയം കിട്ടിയെന്നിരിക്കട്ടെ. 2 കോലെടുക്കലായി, കമ്പിളിമൂല് തൊടുത്തലായി, തയ്ക്കലായി. അത് തയ്ച്ചോളൂ. ഇദ്ദേഹമാണ് പഞ്ചവടിയുടെ സ്ഥാപകൻ ചെയർമാൻ മിസ്റ്റർ ദാസ്. ഇത് പുതിയതായിട്ട് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത മിസ് മഹേശ്വരി. നോം പിന്നെ പറഞ്ഞോ അങ്ങോട്ട്. ഇവിടുത്തെ ഡയറക്ടർ ബ്രഹ്മശ്രീ കൊണ്ടോട്ടി മുസുറാൻ. നോക്കിയോളൂ.
അപ്പൊ ഇവിടെ ചേർന്ന് നൃത്തവും ഗാനവും ഒക്കെ പഠിക്കണമെന്നാണോ? ഇവക്കറിയാൻ മേലാത്ത ഒന്നും തന്നെ ഇല്ല ലോകത്ത്. പക്ഷേ പാട്ടിന്റെയും ഡാൻസിന്റെയും കാര്യത്തിൽ ഇവളുടെ കണ്ടീഷൻ അല്പം പോരാ. അധിക ഫലം വിദ്യയല്ലേ? രജനി, എനിക്ക് കഥകളി പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇതിനു മുൻപ് എവിടെയായിരുന്നു? സിനിമയിൽ അഭിനയിക്കായിരുന്നു. പഞ്ചാബട്ടി സിനിമ നടി പിന്നെന്താ സിനിമ വേണ്ടെന്ന് വെക്കാൻ കാരണം? ഡാൻസ് നല്ലവണ്ണം പഠിച്ചാലേ സിനിമയിൽ ഒരു ഹീറോയിനിയുടെ കണ്ടീഷൻ കിട്ടാനും സാറേ. ഈ പഞ്ചവടിയിലെ ചട്ടങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറാണോ? അനുസരിക്കാം. വാച്ച്മാൻ, ഇവരെ കൂട്ടിക്കൊണ്ടു പോകും. വാച്ച്മാൻ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. പൊയ്ക്കോളൂ, കുട്ടിക്കൊണ്ട് പോളോ. അങ്ങനെ നമുക്കിവിടെ ഇരിക്കാം. നല്ല തണുപ്പുണ്ട്. ഏത് ദരിദ്ര ഭാഷ ഈ എച്ചിലെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്? ആരെ മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. ശരി, വാ, കൈ കഴുകിയിട്ട് വരാം. അയ്യോ, എന്റെ ചോറെവിടെ? ഇടോ, ഞങ്ങളുടെ സാധനങ്ങൾ എവിടെ? എടോ, എന്റെ സാധനങ്ങൾ എവിടെ? പിന്നെ അഹങ്കാരം കാണിച്ചാൽ എനക്കും അറിയാമോ? അറിയാമോ? ദരിദ്രവാസി, നാണമില്ലല്ലോ പെണ്ണുങ്ങളുടെ പലഹാരം മോഷ്ടിച്ച് തിന്നാൻ. അല്ല, നിങ്ങൾ ആണുങ്ങളോ പെണ്ണുങ്ങളോ? ആരെങ്കിലും ആകട്ടെ, തന്നെ പോലെയുള്ള കള്ളന്മാരെ പിടിച്ച് പോലീസിൽ. അയ്യോ, എന്നെ പോലീസ് മാത്രം പിടിച്ചു കൊടുക്കരുത്. ഞാൻ പാവമാണേ. അയ്യോ, ഞാൻ വയറ്റിപ്പിഴപ്പിന് വന്നവനാണേ. എനിക്ക് പാടി എല്ലാരും കൂടി ഇയാളെ പിടിച്ച് കയ്യും കാലും കെട്ടി സെക്രട്ടറി ഏൽപ്പിക്കാം. അയ്യോ,